So hello guys, welcome back to my channel. Hi, I am Ajay, a second year MBBS student from Government Medical College Idukki. ഇപ്പോൾ നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുമായിരിക്കത്തുള്ളൂ ആൻഡ് യു ആർ എക്സൈറ്റഡ് സോ മെഡിക്കൽ കോളേജിൽ കയറുമ്പോൾ അതിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എക്സാംസ് ആയിരുന്നു. ഐ എം കറന്റ്ലി ഗോയിങ് ടു ബി എ തേർഡ് ഇയർ നെക്സ്റ്റ് 2 weeks. അപ്പോൾ എന്റെ സെക്കൻഡ് ഇയറിലെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഐ എം ലിറ്ററലി നോട്ട് എക്സൈറ്റഡ്. കാരണം തേർഡ് ഇയറിലെ സബ്ജക്ട്സ് ആകെ 2 സബ്ജക്ട്സ് ഉള്ളൂ. ആൻഡ് ഐ ഗസ് ഈ ഇയർ നമുക്ക് ENT ആൻഡ് ഒഫ്താൽമോളജി കൂടി വരുന്നുണ്ട് തോന്നുന്നു തേർഡ് ഇയറിലോട്ട്. ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് തേർഡ് ഇയറിലുള്ളത്, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ഫോറൻസിക് സയൻസ്. ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് വൈറ്റ് കോട്ടിനെ കുറിച്ചാണ്. വൈറ്റ് കോട്ട് പറയുമ്പോൾ ചില കോളേജസിൽ ദേ പ്രിഫർ ലോങ് സ്ലീവ്സ്. നോർത്തിലൊക്കെ ആണെങ്കിൽ ലോങ് സ്ലീവ്സ് ഒക്കെ ആയിരിക്കത്തുള്ളൂ. സൗത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ കോളേജസിലൊക്കെ മോസ്റ്റ്ലി ഹാഫ് സ്ലീവ്സ് ആണ് കോട്ട് യൂസ് ചെയ്യുന്നത്. ചില കോളേജസ് ദേ എൻഗ്രേവ് യുവർ വൈറ്റ് കോട്ട്. അത് കോളേജിന്റെ സ്റ്റോറിൽ തന്നെ തരും. സോ യു ഡോണ്ട് ഹാവ് ടു ഹറി ആൻഡ് ബൈ എ ന്യൂ വൈറ്റ് കോട്ട്. ആൻഡ് വൈറ്റ് കോട്ട് പറയുമ്പോൾ യു നീഡ് ടു ഗെറ്റ് എ പെയർ ഓഫ് വൈറ്റ് കോട്ട്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫസ്റ്റ് ഇയേഴ്സ് എപ്പോഴും വൈറ്റ് കോട്ട് ഇട്ടാണ് നടക്കേണ്ടത് കോളേജിൽ കയറുമ്പോൾ. ആൻഡ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദം. സോ ഒരു പെയർ ഓഫ് വൈറ്റ് കോട്ട് എപ്പോഴും കരുതിയിരിക്കണം. ഒരെണ്ണം ചീത്തായിട്ടുണ്ടെങ്കിൽ മറ്റേത് പിറ്റേ ദിവസം ഇടാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് MBBS. ഓരോ സ്റ്റുഡൻസും കുറെ നാൾ ആഗ്രഹിച്ച് പഠിച്ചിട്ട് MBBS കയറുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് സ്റ്റെത്ത് വാങ്ങുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റെത്ത് പറയുമ്പോൾ we literally dream of getting a litmin. പക്ഷേ let me tell you guys, to be honest, ലിറ്റ്മിനിന്റെ ഒരു ആവശ്യമില്ല. ഇൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ നമുക്ക് ലിറ്റ്മിനിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ ഒട്ടും സ്റ്റെത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫിസിയോളജി ലാബിലൊക്കെ ചെല്ലുമ്പോൾ BP അപ്പാരറ്റസിൽ നിന്ന് BP മെഷർ ചെയ്യാനായിട്ടൊക്കെയാണ് നമ്മൾ സ്റ്റെത്ത് യൂസ് ചെയ്യുന്നത്. സ്റ്റെത്ത് ഇതുവരെയും പർച്ചേസ് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയ ഈ സ്റ്റെത്ത് ദിസ് വാസ് ഗിഫ്റ്റഡ് ടു മീ ബൈ മൈ നെയ്ബർ. നിങ്ങൾ സ്റ്റെത്ത് വാങ്ങാൻ പ്ലാൻ ഇടുവാണെങ്കിൽ ഗെറ്റ് മൈക്രോട്ടോൺ അല്ലെങ്കിൽ എൽക്കോ പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സ്റ്റെത്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇറ്റ് റേഞ്ചസ് ഫ്രം 750 to 1000 I guess. ആൻഡ് ഉള്ളതിൽ വെച്ച് ദീസ് ടു ആർ ദി ബെറ്റർ ഓപ്ഷൻസ് ഇൻ ദ മാർക്കറ്റ്. സോ സംടൈംസ് യുവർ കോളേജ് മേ പ്രൊവൈഡ് ഇറ്റ് ടു യു. സംടൈംസ് നിങ്ങളുടെ സീനിയേഴ്സ് ചിലപ്പോൾ ആരെങ്കിലും തരും, ബിക്കോസ് ദേ ഹാവ് പർച്ചേസ്ഡ് എ ന്യൂ സ്റ്റെത്തസ്കോപ്പ്. സോ അവർക്ക് സ്റ്റെത്ത് കിട്ടും. ഇതെല്ലാം നിങ്ങൾ കോളേജിൽ കയറിയിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ പറയാം. കാരണം ഇപ്പോഴേ തിരക്ക് പിടിച്ചിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല, കാശ് നഷ്ടമായിരിക്കും. സോ സ്റ്റെത്തും വൈറ്റ് കോട്ടും ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. നെക്സ്റ്റ് മൂവിങ് ഓൺ, നമ്മൾ പറയാൻ പോകുന്നത് ബുക്സിനെ കുറിച്ചാണ്. ഇതും അതുപോലെ തന്നെ തിരക്ക് പിടിച്ച് ബുക്കൊന്നും ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. സോ ടോക്കിംഗ് അബൌട്ട് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ 3 സബ്ജക്ട്സ് ആണുള്ളത്, വിച്ച് ഇസ് ബയോകെമിസ്ട്രി, അനാറ്റമി ആൻഡ് ഫിസിയോളജി. സോ അനാറ്റമിയിൽ ഞാൻ യൂസ് ചെയ്ത ബുക്ക് വിശ്രാം സിംഗ് ആയിരുന്നു. ആൻഡ് പ്രൊഫസേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ അവർ പറയുന്നത് ലൈക്ക് ദേ റെക്കമെൻഡ് BD ചൗരസ്യ ഓർ വിശ്രാം സിംഗ്. അപ്പോൾ അത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ ബുക്ക് യൂസ് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു ഫിസിയോളജി, GK പാലായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന പുസ്തകം. ആൻഡ് വേറെ പിള്ളേർ കുറെ നമുക്ക് ഗൈറ്റൻ ആൻഡ് ഹോൾ ഉണ്ട്, വിച്ച് ഇസ് എ സ്റ്റാൻഡേർഡ് ബുക്ക്. പ്രൊഫസേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ബുക്സ് പ്രിഫർ ചെയ്യത്തുള്ളൂ. ആൻഡ് ഐ ഓൾസോ ആസ്ക് യു ടു റീഡ് സ്റ്റാൻഡേർഡ് ബുക്സ്. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്ന് കിട്ടുന്ന നോളജ് ഇസ് വെരി വാസ്റ്റ്. കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആൻഡ് കമ്മിങ് ടു ദി എൻഡ്, നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യൻ ഓതേഴ്സിന്റെ പുസ്തകങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അവര് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടായിരിക്കത്തുള്ളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യൻ ഓതേഴ്സ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ബുക്സ്. സോ നിങ്ങൾക്ക് എക്സാം ആകുമ്പോൾ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിൽ ഞാൻ യൂസ് ചെയ്ത DM വാസുദേവന്റെ പുസ്തകമായിരുന്നു. നമുക്ക് വേറെ കുറെ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ നിങ്ങളുടെ കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും PDF ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ ബുക്സിന്റെ ഡീല് കഴിഞ്ഞു. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ലാബ്. നമുക്ക് ഫസ്റ്റ് ഇയർ 3 ലാബാണ് വരുന്നത്, ബയോകെമിസ്ട്രി, ഫിസിയോളജി ആൻഡ് അനാറ്റമി. സോ അനാറ്റമിയിൽ നിങ്ങൾക്ക് ഏപ്രൺ എന്തായാലും വേണം. യു നീഡ് ടു ഹാവ് ഗ്ലൗസ് ആൻഡ് യു നീഡ് ടു ഹാവ് ഡിസെക്ഷൻ കിറ്റ്. സോ ഡിസെക്ഷൻ കിറ്റ് നിങ്ങളുടെ കോളേജിന്റെ യൂണിയൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കോളേജിന്റെ സ്റ്റോഴ്സിൽ ഉണ്ടാവും. സോ ചെക്ക് വിത്ത് യുവർ കോളേജ്, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിരുന്ന സീനിയേഴ്സിന്റെ അടുത്ത് ആരുടെ ചോദിക്കുക. സോ ദേ വിൽ പ്രൊവൈഡ് യു വിത്ത് ഡിസെക്ഷൻ കിറ്റ്. ആൻഡ് ഞാൻ പറയാം, ഗ്ലൗസ് ഒരു ബോക്സ് മസ്റ്റ് ആണ് നിങ്ങൾ കയ്യിൽ വെച്ചോ. കാരണം ഗ്ലൗസ് വാങ്ങി ഓടി തെണ്ടേണ്ടി വരും, കുറെ ആൾക്കാരുടെ അടുത്ത് തെണ്ടേണ്ടി വരും.
അപ്പോൾ ഗ്ലൗസിന്റെ ഒരു ബോക്സ് എപ്പോഴും കയ്യിൽ കരുതിക്കുക. അനാട്ടമിയിൽ തന്നെ വി ഹാവ് ഹിസ്റ്റോളജി ലാബ്. സോ ഹിസ്റ്റോളജിയിൽ മെയിൻലി നമ്മൾ പടം വരയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ്. മൈക്രോസ്കോപ്പി ആണ് അവിടെ മെയിൻലി വരുന്ന കാര്യങ്ങൾ. ഈ ടിഷ്യൂസിന്റെ സെക്ഷൻ എടുത്തിട്ട് അതിന്റെ മൈക്രോസ്കോപ്പി, സെല്ലുലാർ സ്ട്രക്ചേഴ്സ്, അതൊക്കെയാണ് ഹിസ്റ്റോളജിയിൽ വരാം. സോ ഹിസ്റ്റോളജിയിൽ മെയിൻലി നമ്മൾ 2 പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് HNE പെൻസിൽസ്. ഈ HNE പറയുന്നത് ഹെമറ്റോക്സിലിൻ ആൻഡ് ഇയോസിൻ പെൻസിൽസ് എന്ന് പറയാം, which are purple and pink in color. Pencils of Staedtler, go for it. 52 രൂപയാണ് ഒരു പെൻസിലിന്റെ വില. യു മേ തിങ്ക് ഇത്രയും വില കൊടുത്ത് ഒരു പെൻസിൽ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം ബാക്കി കമ്പനീസിന്റെ പെൻസിൽസ് വാങ്ങുമ്പോൾ you will literally understand the difference between a Staedtler pencil and normal common HNE pencil. Buy a pack of Staedtler HNE pencils. Histology lab sorted ആയി. പിന്നെ കമ്മിങ് ടു ബയോകെമിസ്ട്രി ലാബ്, അവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വാങ്ങാനൊന്നുമില്ല. ആകെ നിങ്ങൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെയും നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. ദെൻ വി ആർ കമ്മിങ് ടു ഫിസിയോളജി ലാബ്. ഫിസിയോളജി ലാബിലും നിങ്ങൾക്ക് അധികം കാര്യങ്ങൾ വാങ്ങാനായിട്ടില്ല. ഗ്ലൗസ് ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ട്. ഫിസിയോളജിയിൽ മെയിൻലി നമ്മൾ BP മെഷർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിരിക്കത്തുള്ളൂ. ഇഫ് യു ക്യാൻ അഫോർഡ് a BP apparatus, ഒരു സ്പിഗ്മോമാനോമീറ്റർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. കാരണം BP എടുത്ത് പഠിക്കാൻ പറ്റും. അല്ലാതെ അതിനുകൊണ്ട് വേറെ ഗുണങ്ങളൊന്നുമില്ല. BP എടുത്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം BP ആണ് നിങ്ങളുടെ മെയിൻ പ്രാക്ടിക്കൽസ് ഒക്കെ ആയിട്ട് വരുന്നത് ഫിസിയോളജിയിൽ. സോ അത് അവിടെ സോർട്ടഡ് ആയി. ഇഫ് യു ക്യാൻ ബൈ, അത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വാങ്ങണം എന്നല്ല. ഇഫ് യു ക്യാൻ ബൈ എ സ്പിഗ്മോമാനോമീറ്റർ ഓർ ഇഫ് യു ഹാവ് എ സ്പിഗ്മോമാനോമീറ്റർ, ഗോ ഫോർ ഇറ്റ്. ലാബിന്റെ കാര്യങ്ങളും സോർട്ടഡ് ആയി. സ്ക്രബ്സ് വേണമെന്ന് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയും വരുന്നില്ല. നിങ്ങൾ OT-യിൽ കയറുന്നേ ഇല്ല ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ കയറുമ്പോൾ നിങ്ങളുടെ ക്ലിനിക്സ് സ്റ്റാർട്ട് ആവും. സോ ആ ടൈമിലാണ് നിങ്ങൾക്ക് സ്ക്രബ്സിന്റെ ആവശ്യം വരിക. നെക്സ്റ്റ്, സ്പീക്കിംഗ് അബൌട്ട് ബോൺസെറ്റ്. എനിക്ക് എൻ്റെ ഒരു അറിയാവുന്ന ഒരു ചേച്ചി, MBBS ചെയ്തൊരു ചേച്ചിയായിരുന്നു എനിക്ക് ബോൺസെറ്റ് കിട്ടിയത്, വിച്ച് വാസ് എൻ ഒറിജിനൽ ബോൺസെറ്റ്. എൻ്റെ കുറച്ച് പാർട്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ ഫോർ സ്റ്റഡിങ്. ആൻഡ് എൻ്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ എല്ലാ പിള്ളേരും ചോദിക്കും, ഈ ബോൺസെറ്റ് റിയൽ ആണോ, ആ സ്കള്ള് റിയൽ ആണോ? ഇറ്റ് ഇസ് റിയൽ ഗൈസ്. അതൊരു റിയൽ ബോണാണ്. സോ നിങ്ങൾക്ക് അത് കിട്ടുവാണെങ്കിൽ വാങ്ങാം. ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഫ്രീ ആയിട്ട് എടുക്കാം. പക്ഷെ ബോൺസെറ്റിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. പക്ഷെ കമ്പൽസറി അല്ല, വാങ്ങണമെന്നൊന്നുമില്ല. സീനിയേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ സീനിയേഴ്സ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ വാങ്ങാം. അല്ലാതെ നിങ്ങൾ ബോൺസെറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ആൻഡ് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഫസ്റ്റ് ഇയർ നമ്മുടെ ഡ്രസ് കോഡ് എല്ലാ കോളേജിലും ഫോർമൽ ഡ്രസ്സാണ് അലൗ ചെയ്യത്തുള്ളൂ. പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ദേ ഹാവ് ദിയർ ഓൺ യൂണിഫോം. പക്ഷേ മോസ്റ്റ്ലി എല്ലാ കോളേജസും അവർക്ക് ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. ബോയ്സിനാണെങ്കിൽ ഇത് ഒരു പാന്റ് അല്ലെങ്കിൽ ഫോർമൽ ഷൂസ് അല്ലെങ്കിൽ ഷർട്ട് ആയിരിക്കും, ഒരു ഫുൾ കൈ ഷർട്ട് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാ ബോയ്സും പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗേൾസ് ആണെങ്കിൽ കുർത്തി ആൻഡ് ലെഗിൻസ് അലൗഡ് അല്ല. ലെഗിൻസ് ഐ ഗെസ് ലെഗിൻസ് അലൗ ചെയ്യത്തില്ല. കാരണം എനിക്കറിയത്തില്ല കറക്റ്റ് ആയിട്ട്, പക്ഷെ ലെഗിൻസ് അലൗഡ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ജീൻസ്, അനാട്ടമി ഹോളിൽ നിങ്ങൾ ജീൻസ് ഇട്ട് വരാൻ ചിലപ്പോൾ ചില പ്രൊഫസേഴ്സ് സമ്മതിക്കത്തില്ല. കാരണം ആ സ്പെസിമെൻസിന് ഫോർമാലിനൊക്കെ വന്നിട്ട് നിങ്ങളുടെ പാൻസിലായി അത് ടോയ്ലറ്റ് ചെയ്ത് കളയാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. സോ ജീൻസ് ആർ നോട്ട് അലൗഡ് ഇൻ അനാട്ടമി ഹോൾ. നിങ്ങൾ അതിപ്പോൾ ആലോചിച്ച് വെച്ചേക്കാം. പിന്നെ കോളേജിൽ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ലെതർ ജാക്കറ്റ് ഒക്കെ ഇട്ട് കോളേജിൽ പോകാം, ക്രോപ്പ് ടോപ്പ്, ബെനിയൻ, ഹുഡീസ്, ഇതൊന്നും ഇട്ട് കോളേജിൽ പോകാൻ പറ്റത്തില്ല. വല്ല നോർത്തിലൊക്കെ ആണെങ്കിൽ ദേ വിൽ അലൗ ഹുഡീസ്. കാരണം അവിടെ നല്ല കോൾഡ് ക്ലൈമറ്റ് ആയിരിക്കത്തുള്ളൂ നോർത്തിലൊക്കെ. സോ ദേ അലൗ ഹുഡീസ് ദേ. പക്ഷെ നമ്മുടെ ഇവിടെ ഹുഡീസ് അലൗഡ് അല്ല മോസ്റ്റ്ലി. ചിലപ്പോൾ പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ അലൗ, പക്ഷേ ദേ വോണ്ട് അലൗ ഹുഡീസ് ഇൻ കോളേജസ്. പിന്നെ ഗേൾസിന് ക്രോപ്പ് ടോപ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും അലൗഡ് അല്ല. നിങ്ങൾ സിനിമയിലൊന്നും കാണുന്ന പോലെ കോളേജിൽ അങ്ങനെ ആഷ് പോഷ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഒരു ബേസിക് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാം നിങ്ങളുടെ കോളേജിൽ കയറുമ്പോൾ. സോ അത്രേ ഉള്ളൂ. പിന്നെ ഫോർമൽസ് കുറച്ച് കയ്യിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കുറെ ഇവന്റ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറെ സെമിനാർസ് വരുന്നുണ്ട്. അപ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. സോ നെക്സ്റ്റ്, മൂവിങ് ഓൺ, നമുക്ക് ടാബ് ആയിരുന്നു എല്ലാവരുടെയും ഡൗട്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ടാബ് എങ്ങനെയാണ് ടാബ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ദേ ആസ്ക് മീ വിച്ച് ടാബ് ഐ എം യൂസിങ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് iPad Pro ആണ്. ഞാൻ വാങ്ങിയത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നിയത് എനിക്ക് iPad Pro ആണ്. കാരണം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ PDF ഒക്കെ ഉണ്ടാക്കാനായിട്ടും പിന്നെ നമ്മുടെ പ്രസന്റേഷൻസ് ഒക്കെ കുറെ സെമിനാറും കുറെ സിമ്പോസിയം അങ്ങനത്തെ കുറെ പരിപാടികൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ വരും. സോ അതിനൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ക്യാൻ അഫോർഡ്, ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഒരു ആപ്പിളിന്റെ എയർ അല്ലെങ്കിൽ 10th Gen ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. പ്രോ വാങ്ങണം എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത് എൻ്റെ ആഗ്രഹം, കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യണം, കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആലോചനയിൽ ഞാൻ വാങ്ങിയതാണ്. സോ ഐ വോണ്ട് റെക്കമെൻഡ് പ്രോ.
പിന്നെ അത് ആപ്പിളിന്റെ പെൻസിൽ വാങ്ങണമെന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ അത് അത്രയും നെസസറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമുക്ക് ആമസോണിൽ 2000-ന്റെയും 1000-ന്റെയും 500 റുപ്പീസിന്റെ ഒക്കെ ബ്ലൂടൂത്ത് പെൻസിൽസ് ഉണ്ട്, വിച്ച് ഇസ് കമ്പാറ്റബിൾ വിത്ത് ഐപാഡ്. സോ അത് വാങ്ങണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 12,000 10,000 ഒക്കെ മുടക്കിയിട്ട് ആപ്പിൾ പെൻസിൽ വാങ്ങേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഞാൻ വാങ്ങിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഗെറ്റ് യുവർ സെൽഫ് ഹെഡ്ഫോൺ. ഒരു ഓവർ ദ ഹെഡ്ഫോൺസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കമ്പയർഡ് ടു. പക്ഷെ അത് എപ്പോഴും ഹാൻഡി ആവത്തില്ല, എപ്പോഴും നമുക്ക് കോളേജിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പെയർ ഓഫ് ഹെഡ്ഫോൺസ് മസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് കുറെ കഴിയുമ്പോഴായിരിക്കത്തുള്ള അതിന്റെ വില മനസ്സിലാവുക. ഹെഡ്ഫോൺസ് ഇസ് എ മസ്റ്റ്. ഹെഡ്ഫോൺസ് വാങ്ങാം. പിന്നെ ഗെറ്റ് യുവർ സെൽഫ് എ ഗുഡ് ഫോൺ. ഒരു നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ വേണം. ഇപ്പോൾ ആമസോണിൽ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഭയങ്കര സെയിലുണ്ട്. സോ ഈ ടൈം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക്. കാരണം വില കുറഞ്ഞ് കുറെ എണ്ണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ദെയർ. ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് എ ഗുഡ് ഫോൺ. ഗുഡ് സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ എപ്പോഴും വേണം. കാരണം നിങ്ങൾ അനേകം PDF-ഉം കുറെ ടെക്സ്റ്റ് ബുക്സും അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനുണ്ടാവും. നിങ്ങളുടെ മെഡിക്കൽ കോളേജിലെ മെമ്മറീസ്, പിന്നെ നിങ്ങളുടെ ഹിസ്റ്റോളജി ലാബിന്റെ സ്ലൈഡുകളുടെ പടങ്ങൾ, പിക്ചേഴ്സ് ഓഫ് അതർ സ്പെസിമെൻസ്. അപ്പോൾ ഇത് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് യു നീഡ് ടു ഹാവ് എ ഫോൺ വിച്ച് ഇസ് ഹാവിങ് എ ഗുഡ് സ്റ്റോറേജ്. നമ്മളപ്പോൾ ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മൾ MBBS കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ റൂമിൽ ചിലപ്പോൾ 6, 5, 4 ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 3 ആൾക്കാരുണ്ടാവും. ഡിപ്പെൻഡിങ് അപ്പോൾ കോളേജ് ഒക്കെ ഓരോ ആൾക്കാരുടെയും സ്ലീപ്പ് ഷെഡ്യൂൾ ഡിഫറെന്റ് ആണ്. ഞാൻ ബേസിക്കലി ഒരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നു. പക്ഷേ MBBS കയറി കഴിഞ്ഞിട്ടിപ്പോൾ ഞാനൊരു നൈറ്റ് ഔൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഉറക്കത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സോ പറയുവാണെങ്കിൽ യു ഗെറ്റ് എ സ്ലീപ്പ് മാസ്ക്. ഒരു സ്ലീപ്പ് മാസ്ക്, ഒരു നമ്മൾ കണ്ണിൽ വെക്കുന്ന ഒരു മാസ്ക് ഇല്ലേ, അത് ഉണ്ടാവുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്ലീപ്പിന്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അത് വാങ്ങാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് MBBS ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബൈ ഗൈസ്. ആൻഡ് യു ക്യാൻ സെൻഡ് യുവർ ഡൗട്ട്സ് ആസ് കമന്റ് ഓർ DM.